അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസസിനെ കുറിച്ചാണ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ. ടെൻസസ് ഡെമോൺസ്ട്രേറ്റ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ഇൻ എ സെൻറ്റൻസ് യൂഷ്വലി പെർഫോംഡ് ബൈ ഓർ സെൻറ്റേഡ് എറൗണ്ട് ദി സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു വാക്യത്തിലെ പ്രവൃത്തിയുടെ സമയം ടെൻസുകൾ പ്രകടമാക്കുന്നു. The actions are called verbs. Verbs change according to the tenses and other issues. As verbs are the most important element of English sentences, tenses also carry the paramount importance in English grammar. പ്രവർത്തനങ്ങളെ ക്രിയകൾ എന്ന് വിളിക്കുന്നു. ക്രിയകൾ ടെൻസസുകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും അനുസരിച്ച് മാറുന്നു. ക്രിയകൾ ഇംഗ്ലീഷ് വാക്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായതിനാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസുകൾക്ക് പ്രാധാന്യമുണ്ട്. ടെൻസസ് ആർ മെയിൻലി ഇൻറ്റു 3 ടൈപ്സ്. ടെൻസസുകൾ പ്രധാനമായും 3 ടൈപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്നാൽ വർത്തമാന കാലം. സെക്കൻഡ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്നാൽ ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ കാലം. തേർഡ് വൺ ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, ഇനി വരാനിരിക്കുന്ന കാലം. ഈച്ച് ഓഫ് ദി ടൈപ്പ് ഓഫ് ടെൻസസ് ഹാസ് 4 ഡിഫറൻറ്റ് ഫോംസ്. ഇവ ഓരോന്നിലും 4 ഡിഫറൻറ്റ് ഫോംസുകൾ ഉണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിൽ 4 ഫോംസുകളുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും 4 ഫോംസുകളുണ്ട്. ഫ്യൂച്ചർ ടെൻസിലും 4 ഫോംസുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സെക്കൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും ഇതിനെ പറയാറുണ്ട്. തേർഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫോർത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Simple present tense denote a stative or habitual or eternally true action. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സ്റ്റേറ്റീവ് അല്ലെങ്കിൽ പതിവ് അല്ലെങ്കിൽ ശാശ്വതമായി യഥാർത്ഥ പ്രവർത്തനം സൂചിപ്പിക്കുന്നു. ജനറലി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻസ്. സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഓൾവേസ്, റെഗുലർലി, എവരി ഡേ, ഡെയിലി, നോർമലി, ജനറലി, യൂഷ്വലി, ഒക്കേഷണലി, സംടൈംസ്, ഓഫൺ, റെയർലി, ഫ്രീക്വൻ്റ്ലി, nowadays, naturally, seldom, constantly, never, every week, every year, once a year, on a week, at times, at present, now and then, all the time. ഇവയൊക്കെ വരികയാണെങ്കിൽ അത് സാധാരണയായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. സ്ട്രക്ചർ. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ പേഴ്സൺ പ്ലസ് വെർബ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ഫോം പ്ലസ് എസ് ഓർ ഇ എസ്. സബ്ജക്റ്റ്
all other kinds plus verb in simple present form plus etc. Note: when we verbs work as the main verb in a sentence, they are different from the above structures. ഒരു വാക്യത്തിലെ പ്രധാന ക്രിയ അല്ലെങ്കിൽ വെർബ് പ്രവർത്തിക്കുമ്പോൾ അവ മുകളിലുള്ള ഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലറിലും പ്ലൂറലിലും വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ, ഐ ആം എ ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ. വി ആർ ഗുഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. സെക്കൻഡ് പേഴ്സൺ, യു ആർ ആൻ ഇറസ്പോൺസിബിൾ പേഴ്സൺ. യു ഓൾ ആർ always irresponsible. Third person, the earth is smaller than Jupiter. Junk foods are not good for health. There are some stative verbs which are usually used in simple tenses, whether present or past or future. നിലവിലുള്ളതോ പഴയതോ ഭാവിയിലോ ലളിതമായ ചില സമയങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റീവ് വെർബ്സുകൾ ഉണ്ട്. ദ സ്റ്റേറ്റീവ് വെർബ്സ് ആർ ഹാവ്, അണ്ടർസ്റ്റാൻഡ്, നോ, ബിലീവ്, ഹെയ്റ്റ്, നീഡ്, ഹിയർ, ലവ്, സ്മെൽ, അപ്പിയർ, സീ, ലൈക്ക്, സീം, വാണ്ട്, ടേസ്റ്റ്, വിഷ്, സൗണ്ട്, ഓൺ. എക്സാമ്പിൾസ്: I know Billy Bob. He understands it. Some people do not believe in God. I usually wake up at 6 a.m. He plays cricket, but his brother plays football. Earth is bigger than Mercury. The heat of the sun is the least in the polar. Next, present continuous tense or present progressive tense. The present progressive tense is used to indicate either ongoing time or now. However, the stative verbs do not usually take the form of present progressive, even though they refer to the present time. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിലവിലുള്ള സമയത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും സ്റ്റേറ്റീവ് വെർബ്സ് സാധാരണയായി ഇന്നത്തെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. നൗ, കണ്ടിന്യൂവലി, പെർപെച്വലി, അറ്റ് ദിസ് മൂമെൻറ്റ്, അറ്റ് ദി മൂമെൻറ്റ്, റൈറ്റ് നൗ, ദിസ് സീസൺ, ദിസ് ഇയർ, ഫോർ എവർ, എക്സെട്ര ആർ usually the signs of a verb to take present progressive tense. However, these signs are not necessary all the time for a verb to present progressive tense. Now, continually, perpetually, at this moment, at this season, this year, forever മുതലായവ സാധാരണയായി
പ്രസൻറ്റ് പ്രോഗ്രസീവ് ഓർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സൈനുകളാണ്. എന്നിരുന്നാലും ഒരു വെർബിന് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഈ സൈനുകൾ ആവശ്യമില്ല. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ്. എക്സാമ്പിൾസ്: I am going to the college field. He is coming here for some tips. They are making a basketball ground. Why are you working in that horrible place? 4 teams are playing at this moment. This structure is also used to demonstrate a future time. ഭാവിയിലും സമയം പ്രകടിപ്പിക്കുന്നതിന് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: അലക്സ് ഈസ് ലീവിങ് ഫോർ പോർച്ചുഗൽ ടുമോറോ. I am going to complete my task tomorrow. Our bus is leaving at 6 p.m. They are flying to Australia next month. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. The present perfect tense is used when one intends to indicate an action that occurred at a time which is indefinite and has its effect on the subject, or an action that occurred many times and has the possibility to occur in the present or future, or an action that began in the past and still going on in the present. ഇൻഡെഫിനിറ്റിൽ ആയതും സബ്ജക്റ്റിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പലതവണ സംഭവിച്ചു, ഒപ്പം നിലവിലുള്ള ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരംഭിച്ച് വർത്തമാനകാലത്ത്, അതായത് പ്രസൻറ്റ് ടെൻസിൽ തുടരുന്ന ഒരാക്ഷൻ. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വെർബ് ഇൻ ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്ലസ്. എക്സാമ്പിൾ: Alex has read the book through. No time is indicated. I have read this poem many times. Not habitual occurred many times in the past. He has lived in the apartment for 15 years. Still going on. Just, already, yet, just, now, ever, latterly, recently, etc. are some of the signs of present perfect tense. Note: already comes between have or has and the past participle, yet appears with a negative form at the end of the sentence. ഇതിനകം ഹാവ് ഓർ ഹാസിനും ഇടയിലുണ്ട്. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഒരു മുൻതൂക്കം ഇതുവരെ ഒരു നെഗറ്റീവ് രൂപത്തിൽ ദൃശ്യമാകുന്നു. എക്സാമ്പിൾസ്: Alex has already
reached there. Alex has not reached yet. I have already cleaned the house. I have not cleaned the house yet. നെക്സ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ദി ലീസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് പ്രസൻറ്റ് ടെൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഒക്വറിങ് ഇൻ ദി പ്രസൻറ്റ്. Both present perfect and present perfect continuous can be used to indicate this type of action. വർത്തമാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ രൂപമാണിത്. മുൻകാലങ്ങളിൽ ആരംഭിച്ചതും വർത്തമാനകാലത്തുണ്ടായതുമായ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവ രണ്ടും ഇത്തരത്തിലുള്ള ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ്. എക്സാമ്പിൾ: Alex has been reading for 3 years. I have been sleeping since 10 a.m. Robert has been working at that shop for 6 years. We have been living together for 4 years. I have been singing different kinds of songs, especially modern. He has been traveling around the world for a month. I have not been watching the cricket match for an hour. I have been helping him to do the task for an hour. My mom has been cooking for 3 hours. പ്രസൻറ്റ് ടെൻസിൻ്റെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.